അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നല്ല മഴയും മിന്നലും. ഞാൻ ഇന്നലെ ഒരു കാര്യം പറഞ്ഞു ഓർമ്മയുണ്ടോ മോനെ? നമ്മൾ ഇന്നലെ ആ ഒരു മഴയത്തൊരു കപ്പ ബിരിയാണിയുടെ ഒരു സെറ്റപ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് നമുക്ക് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഇന്ന് മഴ പെയ്യും. ഇന്നലെ ചെറിയൊരു മങ്ങല് എന്ന് പറഞ്ഞു. നാളെ തൊട്ട് മഴ തുടങ്ങാം, മഴ പെയ്താ എനിക്കൊരു സംഭവം ഉണ്ടാക്കി തരണം ഞാൻ പറഞ്ഞിട്ടുണ്ട്. കപ്പ ബിരിയാണി ഉണ്ടാക്കി തരാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് നമ്മള് പ്ലാൻ ചെയ്തൊന്നും അല്ല കേട്ടോ. മഴ പെയ്യുവാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴേ ഞാനിപ്പോ ഓട്ടം പോയിട്ട് വന്നെയാണ്. ഓട്ടം പോയപ്പോ നല്ല ക്ലൈമറ്റ്. അപ്പൊ ഞാൻ വണ്ടിയായിട്ട് ഇനി ഒന്ന് നയിച്ചു. നല്ല തണുപ്പൊക്കെ അല്ലേ. അപ്പൊ പിന്നെ ഓർത്തിട്ട് കപ്പ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് അപ്പൊ കപ്പ ബിരിയാണി ഉണ്ടാക്കാനുള്ളതായിട്ട് അപ്പൊ മഴയത്ത് നമ്മൾ കപ്പ മേടിക്കാൻ പോകണം. അതാണ്. പക്ഷെ ഭയങ്കര മഴയത്ത് പോകണം. അതാണ് വേറൊരു മൂഡ്. ഞാൻ ചിലപ്പോ മഴയാണെങ്കിൽ ഞാൻ പോകും. പുറകിൽ വിളം കാണും. മഴ നോക്കില്ലേ, മഴ കിട്ടുന്നുണ്ട്. ഇത് അവിടെ കിട്ടുന്നു. എല്ലും കപ്പയും. വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ എല്ല് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. മഴ പെയ്യുകയാണെങ്കിൽ ഉണ്ടാക്കാനായിട്ട് നമ്മൾ എല്ല് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ച്. പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മൾ ഉച്ചക്ക് ബിരിയാണി ആയിരുന്നു കേട്ടോ. ഇനി കപ്പ മേടിക്കാൻ പോവുക. ഇപ്പോൾ കപ്പ മേടിച്ച് എല്ല് നമുക്ക് അങ്ങനെ കിട്ടുന്നില്ല. ഒരു വാരിലിൻ്റെ ഒരു സാധനം ഇന്ന് ഹർത്താലൊക്കെ ആണ്ട് നമ്മൾ വൈകിട്ട് മഴയാണ് ഉണ്ടാക്കുക എന്നുള്ള പ്ലാനിൽ വെച്ചിട്ട് കറക്റ്റായിട്ട് നമുക്ക് മഴ കിട്ടിയിട്ടുണ്ട്. എല്ലും സാധനവും മേടിച്ചിട്ടുണ്ട്. ഇനി കപ്പ മേടിച്ചാൽ മാത്രം മതി. ബാക്കി ഉണ്ടാക്കുമ്പോൾ കാണിച്ചില്ല. ഉണ്ടാക്കുമ്പോൾ അല്ല, പോകുമ്പോൾ കാണിച്ചില്ല. അടിക്ക് ശരിയാക്കി കളയാ നിങ്ങ അടിക്കണ അടി ശരിയാക്കി കളയാടാ. നേരത്തെ ഭയങ്കര തണുപ്പായിരുന്നു. അപ്പൊ എന്നാലും നമുക്ക് മഴയത്ത് കപ്പ മേടിക്കാൻ പോകാം. മഴയത്ത് ഇറങ്ങുന്നുണ്ടോ? മഴയുണ്ടോ അല്ലേ? ഞാനും പോവാം. മഴ കണ്ടിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല ഗൈസ്. മഴയത്ത് ഇറങ്ങാം. അപ്പൊ നമ്മള് പൊന്നളിയ ഒരു രക്ഷയില്ല. ഭയങ്കര ഇടിയെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത ഇടി. നല്ല മഴ. അപ്പോൾ നമ്മൾ കപ്പ നോക്കി നടക്കുവാണ്. മണി 7 നമ്മൾ കപ്പ നോക്കി കപ്പ നല്ലത് കിട്ടില്ല കണ്ട്. പക്ഷെ നമ്മളെന്തായാലും ചെയ്യും. അപ്പം നല്ല അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ മുണ്ടയ്ക്കലോട്ട് പോവുകയാണ്, ടൗണിലേക്ക്. അവിടെ കപ്പ നല്ല മിന്നലും ഉണ്ട് കേട്ടോ. ഞാൻ ഫോണിൽ ഫ്ലൈറ്റ് മോഡ് ഇട്ടയച്ചു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിന്നലി ചിലപ്പോൾ ഫ്ലൈറ്റ് വലിച്ചിട്ട് എടുത്തില്ല. അപ്പം അതുകൊണ്ട് ലേറ്റായിട്ട് ഞാൻ ഇതാക്കി ഫ്ലൈറ്റ് മഴ എൻജോയ് ചെയ്യാണ്. ഞാൻ ഡെലിവറിയായിരുന്നു. അപ്പം എന്തായാലും കപ്പ വാങ്ങി കാണിച്ചതാണ്. കറക്റ്റ് കിട്ടുന്നുണ്ട് കപ്പ. നമ്മൾ നോക്കുവാണ്. ഷിയാക്ക് അറിയത്തില്ല. നല്ലയാണോ പറഞ്ഞത് ചെന്നിട്ട് നോക്കാം എങ്ങനെയുണ്ട്. അടിമടൈ സലയുടെ പൂങ്കാറ്റിനോട് ലോല ഇടിമിന്നൽ താഴെ സാധനം അടമണി കുടിക്കാച്ച ലോല ലോല. എപ്പോതും എങ്ങനെയാണ് നെഞ്ചിലറ് എൻ മുൻമ
മകളെ പൂങ്കിനായി തോറും മതി വരും. ഇതൊക്കെയാണ് കൃഷിയാവുക. എന്നിട്ട് നല്ല ഇടിയും മിന്നലൊക്കെ ഉണ്ട്. നല്ല മഴയാണ് കേട്ടോ. നമ്മൾ കപ്പ മേടിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പം പൂക്കായിൽ വന്നിട്ട് ചായ കുടിക്കാൻ കമ്പ് ചായ നമ്മളെ മെഡിക്കലിൻ്റെ അടുത്തുള്ള പുട്ടുണ്ട്. ഇനി ചായ കുടിച്ചിട്ടാണ് നമ്മളിനി യാത്ര. ചായ കുടിച്ചില്ലെങ്കിൽ മടുപ്പാണ്. ഷിയാക്ക് ഒരു ഓട്ടം സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്നെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഷിയ ഓട്ടം പോവുകയാണ്. ഷിയ ഓട്ടം പോകണം, ഓട്ടം. അപ്പോൾ വന്നിട്ട് ഇതുണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ വെള്ളം പോകണം. കുക്കറിനകത്ത് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ വാങ്ങിച്ച എല്ല് വാരിയിൽ കേട്ടോ. ഇത് നമ്മൾ അതിന് വെള്ളം ഒഴിച്ചിട്ടാണ് പോത്തിൻ്റെ ഇതാണ് കേട്ടോ. അത് ഉള്ളിയും കറിവേപ്പിലയും മല്ലിയിലയും വാങ്ങിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് വന്നേക്കുന്നത്. ഇനി നമ്മൾ ഈ ഉള്ളിയൊക്കെ സെറ്റാക്കണം. ഇത് വെന്തുകൊണ്ട് നമ്മളിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മളിത് ഇവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മുടെ എന്താ പറയുക, കപ്പ പുഴുങ്ങി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എല്ലും ബീഫും എല്ലാം സെറ്റായിട്ടുണ്ട്. അതെ, ഇത് നമുക്ക് തട്ടിക്കൊടുക്കാം. അത് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് സെറ്റുള്ള കുഞ്ഞുള്ളി, ചെറിയ ഉള്ളി അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഇത് ചെയ്യുന്നത്. നമ്മൾ ഈ കപ്പ ഇങ്ങോട്ട് മാറ്റുകയാണ്. കാര്യം ഈ കുക്കറിലാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഈ കുക്കറിൽ തന്നെയല്ലേ ഇതിനകത്തോട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കണം. ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ കുറച്ച് മതി. കാര്യം നല്ല രീതിയിൽ നെയ്യുണ്ട് നമ്മുടെ വീട്ടിൽ. പിന്നെ അടുത്തായിട്ട് ഇടാൻ പോകുന്നത് നമ്മുടെ ചമ്മുള്ളി. നമ്മൾ ഇളക്കി കൊടുക്കണം. നല്ലപോലെ ചേർന്നിട്ട് അലിയണം ഈ ഉള്ളി. അപ്പോൾ ഇതേ നമ്മുടെ ഇതിനകത്ത് കുറച്ച് കറിവേപ്പിലയും വെളുത്തുള്ളി കുറച്ച് ലേശം കൂടെ ഒന്ന് നന്നായിട്ട് നമ്മൾ ഇപ്പൊ തന്നെ നല്ല വെളിച്ചെണ്ണയുടെ ഉള്ളിയുടെ എടുക്കാൻ വേണം കേട്ടോ. എൻ്റെ ഞാനൊരു കപ്പ ബിരിയാണി ഫാനാണ്. അപ്പോൾ ഇതേ നമ്മുടെ പിന്നെ നമ്മുടെ ചുമന്നുള്ളി നല്ലതുപോലെ വഴഞ്ഞു വന്നിട്ടുണ്ട് ഗൈസ്. കുക്കറിനകത്തിട്ട് അടിക്കുന്നതുകൊണ്ട് നമ്മൾ അതിനകത്ത് ഇട്ടിരിക്കുന്നത് ചുമന്നുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട്. ഇനി അതിനകത്ത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇതിനകത്ത് ഇടുകയാണ്. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. മല്ലിയിലയും പുതിനയും കൂടി ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്തോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടണം. കറിവേപ്പില അതും കൂടെ ഇടുന്നത് ഇങ്ങനെ മിക്സ് ചെയ്യണം. നമ്മൾ ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നുള്ളൂ. ഒരു ദിവസം നല്ല ചരുവൊക്കെ വെച്ച് നല്ല ബൾക്കായിട്ട് ഉണ്ടാക്കുന്നത് കാണിച്ചത്. ഇതിപ്പോൾ നമുക്കൊരു കൊതി മൂത്തപ്പം ഉണ്ടാക്കുന്ന ഒരു കപ്പ ബിരിയാണിയായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിനകത്തോട്ട് ഇനി ചെയ്യാൻ പോകുന്നത് നമ്മൾ പൊടികൾ ഇടാൻ പറ്റില്ല. മുളക് പൊടി, മഞ്ഞപ്പൊടി, നമ്മൾ തന്നെ പൊടിച്ച ഗരം മസാല, ജീരകപ്പൊടി നോക്കിയിട്ടൊക്കെ ഇടണം. എനിക്കൊരു കാൽക്കുലേഷൻ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ തടുന്നത്. ഇടുക്കി ഗോൾഡ്, പെപ്പർ പൗഡർ, കുറച്ച് സ്പൈസസ്, അതിൻ്റെ പുറത്ത് കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇടണം. അപ്പോൾ ഇതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്യണം. പുറത്തോട്ട് നമ്മൾ കുറച്ചും കൂടെ ലേശ വെളിച്ചെണ്ണയൊക്കെ ആകുമ്പോൾ നല്ല മണമല്ല. കുറച്ച് വെളിച്ചെണ്ണ കൂടെ അതുപോലെ ആ വെളിച്ചെണ്ണയിൽ വേറെ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. നമ്മൾ ആ വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾ മൂപ്പിച്ചെടുക്കണ്ട. നമ്മൾ മറ്റേ വാരിയെല്ല് ഇടുകയാണ്. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന വാരിയെല്ലിൻ്റെ പീസിൽ എല്ലാം ഉണ്ട്. നെയ്യും വാരിയെല്ലും എല്ലാം പറഞ്ഞ് കെട്ടിയിട്ടാണ്. അപ്പോൾ ഇതൊന്ന് നമ്മൾ മിക്സ് ചെയ്യണം.
അയവ സ്വല്പം കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ നമ്മൾ. നമുക്ക് കപ്പയായിട്ടിട്ട് മിക്സ് ചെയ്യാനുള്ളത് കൊണ്ട് നോക്കാം. അപ്പോഴത്തേക്കും നമുക്ക് ഈ എല്ല് വെന്ത് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിപ്പം കുറച്ച് വെള്ളം ഒഴിച്ചത്. നന്നായിട്ട് നല്ല പടക്കനായിട്ട് വേവണം. ഇപ്പോൾ 10-15 വിസിൽ അങ്ങോട്ട് അടിച്ചോട്ടെ, കുഴപ്പമില്ല. വേവട്ടെ, നല്ല വൃത്തിക്കാണ്. എല്ലാം നമുക്കങ്ങ് കിട്ടണം, എല്ലാം പൊടിഞ്ഞു പോകണം, അതാണ് കിട്ടണം. അപ്പോൾ ലേശം ഉപ്പ്, നമ്മൾ കപ്പ ഉപ്പിട്ട് വേവിച്ചുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് ലേശം ഉപ്പിടുന്നത്. അപ്പോൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഒരു 10 വിസിലടി, 10-15 വിസിലടിക്കാണ്ട് ഇത് ഇവിടെ നമ്മൾ തുറക്കുന്നതല്ല, ഇനി വറ്റിപ്പോണം. അപ്പോൾ അതായത് നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 10 വിസിൽ അങ്ങോട്ട് അടിക്കട്ടെ, സെറ്റായിട്ട് കിടന്ന് വേവട്ടെ. അപ്പോൾ നമുക്ക് വെന്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ 15 വിസിൽ വന്നിട്ടുണ്ട്. നമ്മുടെ ഷെഫ് വരുന്നുണ്ട്, ഷെഫ് ഷിഹാൻ. 15 വിസിൽ, പുറത്ത് നല്ല മഴ, മഴയത്ത് നല്ല മഴയൊന്ന് കാണിച്ചു കൊടുത്തു. അവിടെ പോയിട്ട് നമ്മുടെ സാധനങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. ആവി പോയിട്ട് നമ്മൾ ഇത് തുറന്നു നോക്കാൻ പോകുന്നു. ഫുൾ ആവി പോയിട്ട് നമ്മൾ എപ്പോഴും കുക്കർ തുറക്കണം, അല്ലെങ്കിൽ മജ്ജ പുറത്തു ടേസ്റ്റ്. അപ്പത്തെ ബീഫ് നല്ല അടിപൊളിയായിട്ട് ഇതേ കണ്ട, നല്ല കറുകുറാന്നും പറഞ്ഞോണ്ടിരിക്കും. ഇതെടുത്ത് നമ്മൾ അപ്പോൾ നമ്മൾ കറി ഒഴിച്ചിട്ട് അതിൻ്റെ പുറത്തോട്ട് പുതിനയും മല്ലിയില ഇച്ചിരി മാറ്റി വെച്ചിട്ടുണ്ട്. അതും കൂടെ അതിനകത്തോട്ട് കൊടുക്കുക. ഇഴക്കാൻ പോകുന്നു നമ്മൾ, കണ്ട അയവ ഇഴക്കല്ല, ഇങ്ങനെ ഇടിച്ച് ഇതുമായിട്ട് ജോയിൻറ്റ് ചെയ്ത് കഴിക്കണം. മനസ്സിലായത്? നമ്മളിത് ഇപ്പം എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റക്ക് നടക്കുന്നില്ല. അപ്പം നമ്മൾ രണ്ടുപേരും കൂടെ കപ്പയിട്ട് ഇടിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഇത് കണ്ടോ, ഇങ്ങോട്ട് വിളിക്കും ജച്ച പിടിച്ചേക്കുന്നു. ഞാൻ തവി കൊണ്ട് അത് ഉടച്ചെടുക്കുകയാണ്. നമ്മൾ നന്നായിട്ട് കപ്പ ബിരിയാണി നല്ല ഉടഞ്ഞിങ്ങനെ നല്ല വെന്ത കപ്പയാണ്, അതുകൊണ്ട് പെട്ടെന്ന് ഉടഞ്ഞു കിട്ടുന്നുണ്ടോ. ഇത് കണ്ടോ, കണ്ട നല്ല അടിപൊളി വെന്ത എല്ലൊക്കെയാണ് സംഭവം. വാരിയല്ലേ നമ്മുടെ ഈ മിക്സിങ്ങിലാണ് പരിപാടികളെല്ലാം ഇരിക്കുന്നത്. നമ്മൾ നല്ല സൂപ്പറായിട്ട് കുഴച്ചിടിച്ചൊക്കെ വെച്ചിട്ടുണ്ട് നമ്മുടെ കപ്പ ബിരിയാണി. സെർവ് ചെയ്യാൻ പോകും. നമ്മുടെ കപ്പ ബിരിയാണിയിൽ ഇനി കുറച്ച് ലാസ്റ്റ് ഇൻഗ്രീഡിയൻസ് ആയ കുറച്ച് കറിവേപ്പില. ഇതിൻ്റെ പുറത്ത് നല്ല ശുദ്ധമായിട്ടുള്ളത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ ആ ഒരു ഫിനിഷ്. വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇനിയുള്ള ഡെക്കറേഷൻ നമ്മൾ കഴിക്കാനിരിക്കുമ്പോഴാണ് കാണിച്ചു തരാം. അപ്പൊ നല്ല ചൂട് കപ്പ ബിരിയാണി നമ്മൾ സെർവ് ചെയ്യുകയാണ്. അപ്പോഴത്തെ ഡെക്കറേഷൻ അല്ല, സവാളയും കൂടെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഭംഗിയുള്ള ഫിനിഷിങ് കിട്ടും. ബിരിയാണീൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി നമ്മൾ ഇട്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറിവേപ്പില, ഗ്രാമ്പു, ഈ സാധനത്തിന് നമ്മുടെ സീക്രറ്റ് എന്ന് പറയുന്നത് വേറൊരു 2-3 ഐറ്റംസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് കറിവേപ്പിലയും ഗ്രാമ്പും കിടക്കുന്നുണ്ട്. ബാക്കി വേറൊരു കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ടിട്ടുള്ളൊരു പടക്കം കെട്ടാൻ സുലൈമാനി. അപ്പോൾ അതേ നമ്മുടെ സുലൈമാനി അതിലില്ലാത്ത തിളവലാണ്. ഞാൻ അത് ഓഫ് ചെയ്യണം, മതിയല്ലോ.
സൂപ്പറായിട്ടുണ്ട് നമ്മുടെ സൂപ്പർ. നല്ല മഴ, കട്ടൻ ചായ, നല്ല മഴയും നല്ല അടിപൊളി സുലൈമാൻ. നല്ലൊരു സവാള പീസും നല്ലത് ഇങ്ങനെ ഒടഞ്ഞിരിക്കുന്ന കപ്പാണ് അതിങ്ങനെ. കാണിക്കുന്നു. എൻ്റെ അഭിപ്രായം പറയാം. സൂപ്പർ. സവാളയും കപ്പയൊക്കെ നമുക്ക് തുടക്കം തന്നെ ആ വെളിച്ചെണ്ണയുടെ സൂപ്പറാണ്. അടിപൊളിയാണ്. പുറത്ത് നല്ല മഴയൊക്കെ പെയ്യുമ്പം നല്ല തണുത്തിരിക്കാൻ നിർത്തി നമുക്ക് ചൂട് കപ്പ ബിരിയാണിക്ക് സുലൈമാനി ഒഴിക്കണം. അവന്റെ സുലൈമാനിയുടെ ടേസ്റ്റ് അപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മൊത്തം തിന്നുവാണ്. ഇത് നമ്മൾ തിന്നുന്നതിൻ്റെ ഇടയ്ക്ക് ദുവ പരിപാടി കഴിഞ്ഞു. ദുവ കഴിച്ചു കഴിഞ്ഞു. നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി സമയം തരുന്നില്ല അല്ലേ? മണം കേട്ടിട്ട് ദുവാക്ക് ഭയങ്കര ഇത് കഴിക്കണം എന്ന്. അപ്പൊ നമ്മള് ഫുള്ള് തിന്ന് എടുത്തിട്ട് പോയി തുടങ്ങാൻ പോകുന്നു. നമ്മൾ ഈ വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇതേപോലുള്ള അടിപൊളി കാഴ്ചകൾ നിങ്ങളുടെ മുന്നിലോട്ട് വരണമെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവരിലോട്ട് ഈ റെസിപ്പിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കമൻ്റ് അടിക്കുക. അപ്പോൾ നമുക്ക് ഇതേപോലുള്ള അടിപൊളി കാഴ്ചകളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.